മലമ്പുഴയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അവിടെ കള്ളവോട്ട് നടന്നു എന്നുള്ളൊരു പരാതിയാണ് ഉയരുന്നത്. മലമ്പുഴ പുതുപ്പരിയാരം ബൂത്ത് നമ്പർ 60-ൽ കള്ളവോട്ട് നടന്നു എന്ന പരാതിയാണ് വരുന്നത്. എന്ന വയോധികൻ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ അതേ വോട്ട് ചെയ്തു എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. BJP അവിടെ പ്രതിഷേധവുമായി രംഗത്തുണ്ടായിരുന്നതാണ്. ഗോകുൽ VS വിവരങ്ങൾ വേണ്ട. ഗോകുൽ, ഇതെങ്ങനെ സംഭവിച്ചെന്നാണ്? ഇപ്പൊ നേരത്തെ ഇപ്പോൾ വട്ടിയൂർക്കാവിൽ ഇതുപോലെ ഒരു കള്ളവോട്ട് ആരോപണം ഉണ്ടായിരുന്നു. ഇതെന്താണ് സംഭവം? ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. അത് ചലഞ്ചിങ് വോട്ടായി തന്നെ അത് രേഖപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ 60-ാം ബൂത്തിലാണ് ഇങ്ങനെ ഒരു തർക്കമുണ്ടായത്. ഒരു വയോധികൻ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ അത് അദ്ദേഹത്തിന്റെ വോട്ട് നേരത്തെ തന്നെ രേഖപ്പെടുത്തിയെന്ന് കാണുകയായിരുന്നു. തുടർന്നാണ് BJP പ്രവർത്തകരടക്കം ഇവിടേക്ക് എത്തുകയും കൂടുതൽ പ്രശ്നമുണ്ടാവുകയും ചെയ്തു. സ്ഥാനാർത്ഥി അടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം. ആളുകളുടെ തിരിച്ചറിയൽ കാർഡും മറ്റും പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് അവർക്ക് ഒപ്പിടാനുള്ള സൈൻ ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കാൻ പാടുള്ളൂ. അതിനു മുമ്പ് അവരെ കൊണ്ട് ഒപ്പിടിച്ച് വോട്ട് ചെയ്യാനുള്ള ധൃതി വെച്ച് വോട്ട് ചെയ്യാനുള്ളത് കൊടുക്കുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വിഭാഗം കൂട്ടുനിൽക്കുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ് പ്രിസൈഡിംഗ് ഓഫീസറും പോളിംഗ് ഓഫീസറൊക്കെ CPM-ന്റെ ആജ്ഞാനുവർത്തിയായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇത് എങ്ങനെയാണ് പ്രശ്നം പരിഹരിച്ചതെന്ന്? ടെൻഡർ വോട്ട്, യഥാർത്ഥ വോട്ടർ വന്ന സമയത്ത് അദ്ദേഹത്തിന് ടെൻഡർ വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ടെൻഡർ വോട്ട് ചെയ്യാൻ ചലഞ്ച് ചെയ്തിരുന്നു. കാരണം ഉദ്യോഗസ്ഥന്മാർ ഇത് ഒബ്ജക്ഷൻ പറയുന്ന സമയത്ത് അവരെ സൈൻ ചെയ്യാൻ സമ്മതിക്കരുത്. യഥാർത്ഥത്തിൽ അവർ വിരലിൽ മഷി പുരട്ടരുത്. അവർ ഒപ്പിട്ട് കഴിഞ്ഞാൽ അവർക്ക് വോട്ട് ചെയ്യാനുള്ള റൈറ്റാണ്. ഒരു ഒബ്ജക്ഷൻ വന്ന ഉദ്യോഗസ്ഥന്മാരെ അത് മാറ്റി നിർത്തിയിട്ട് അത് പരിശോധിക്കാനുള്ള സമയം എടുക്കണം. അതിന് പകരം അവരെ വോട്ട് ചെയ്യാൻ സമ്മതിച്ചിട്ട് പിന്നീട് ടെൻഡർ വോട്ടിൽ ഇങ്ങനെയുള്ള നടപടികളിലേക്ക് പോകുന്നത് തെറ്റായിട്ടുള്ളതാണ്. ടെൻഡർ വോട്ട് ചെയ്യാൻ അതെ, ഒബ്ജക്ഷൻ വന്നു കഴിഞ്ഞാൽ പ്രിസൈഡിംഗ് ഓഫീസർ ചെയ്യേണ്ടത് അത് മാറ്റിവെക്കണം. അത് വെയിറ്റ് ചെയ്യിപ്പിച്ച രേഖകൾ പരിശോധിച്ച് പോളിംഗ് ബൂത്ത് ഏജന്റുമാരോ ഉറപ്പുവരുത്തിയ ശേഷമേ അത് വോട്ട് ചെയ്യാൻ സൈൻ ചെയ്യാൻ സമ്മതിക്കാൻ പാടുള്ളൂ. ഇത് സൈൻ ചെയ്ത ശേഷം മഷിയും പറ്റി അവരെ വോട്ട് ചെയ്യാൻ സമ്മതിച്ചിട്ട് ഒബ്ജക്ഷൻ തീരുമാനമെടുക്കുന്നത് ശരിയായ രീതിയാണ്. ഈ വിഷയത്തിൽ അവസാനം ഒരു ടെൻഡർ വോട്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ആ പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചിരിക്കുന്നത്. പലയിടത്തും ഈ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. ഇപ്പൊ പത്തനംതിട്ട എലന്തൂരിൽ നോക്കൂ, 114-ാം നമ്പർ ബൂത്ത് 1 മണിക്കൂറിലധികമായി അവിടെ യന്ത്ര തകരാറാണ്. ഒരു പകലും സംവിധാനം അവിടെ ഇതുവരെ ഏർപ്പാടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ഓപ്പൺ വോട്ടിനെ ചൊല്ലി കല്ലാച്ചി ഗവൺമെന്റ് UP സ്കൂളിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റമുണ്ട്. UDF പ്രവർത്തകർ ഓപ്പൺ വോട്ട് ചെയ്യാൻ കൊണ്ടുവന്ന വയോധികന്റെ വോട്ട് അത് LDF പ്രവർത്തകർ ചെയ്തു എന്നുള്ള പരാതിയാണ്. വയോധികനെ സീറ്റിലിരുത്തി UDF പ്രവർത്തകർ ഒന്ന് ഫോം പൂരിപ്പിക്കാൻ പോയി. ആ സമയം കൊണ്ട് LDF പ്രവർത്തകർ ആ വോട്ട് ചെയ്തു, ഓപ്പൺ വോട്ട് ചെയ്തു എന്നുള്ളതാണ് UDF ഉന്നയിക്കുന്ന പരാതി.